ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ഫേസിലും അതേപോലെ കണ്ണിൻ്റെ അടിയിലൊക്കെ വരുന്ന ഡാർക്ക് സർക്കിൾസും ഡാർക്ക് സ്പോട്ട്സും ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാച്ചുറൽ ഹോം റെമഡിയാണ് കേട്ടോ. വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ വേണ്ടത് രണ്ട് സാധനങ്ങളാണ്. ഒന്ന് ഉരുളക്കിഴങ്ങ്, രണ്ട് കറ്റാർവാഴ. അപ്പോൾ വീട്ടിൽ തന്നെ കറ്റാർവാഴയുടെ ചെടി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. അങ്ങനെയുള്ള കറ്റാർവാഴ, നാച്ചുറൽ ആയിട്ടുള്ള കറ്റാർവാഴ യൂസ് ചെയ്യുമ്പോഴത്തേക്കാണ്. ഇനി അത് ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ജെല്ല് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു ചെറിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊന്നും നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ജെല്ലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കറ്റാർവാഴൻ്റെ തൊലിയും കൂടെ ഞാൻ ചെത്തി കളയുന്നുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ നമുക്ക് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ ഇതിൽ ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് പാടില്ല. വെള്ളം ഇല്ലാണ്ട് നമ്മൾ ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാൻ കേട്ടോ വേണ്ടത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ ജ്യൂസാണ് നമ്മൾ ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ എത്രത്തോളം നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുക്കാം കേട്ടോ. മാക്സിമം നമുക്ക് ജ്യൂസ് വേണം. എന്നിട്ട് ഈ ജ്യൂസ് നമ്മൾ ആക്കിയ ശേഷം ഡയറക്റ്റ് നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുന്നില്ല, കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടച്ച് കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്കും ഈ ഉരുളക്കിഴങ്ങ് നീരുള്ള സ്റ്റാർച്ച് അടിയിലിങ്ങനെ ഊർന്ന് വരും കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റാർച്ചാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നത്. അതാണ് നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് തരുന്നത്. അപ്പോൾ അത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ നമുക്ക് ആ ഉരുളക്കിഴങ്ങിൻ്റെ നീര് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ അടിയിൽ വൈറ്റ് കളറിൽ സ്റ്റാർച്ച് ഇങ്ങനെ ഊർന്നിറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ അത് ഞാൻ അലോവേരയുടെ ജെല്ലിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. കുറച്ചൊരു വാട്ടറി ആയിരിക്കും, പക്ഷേ കുഴപ്പമില്ല. ഇത് നമുക്കൊരു ഫേസ് പാക്കായിട്ടല്ല, അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കുറച്ച് സമയം മസാജ് ചെയ്ത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വന്നതിന് ശേഷം ഫേസിലും അതേപോലെ കണ്ണിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് കുറേ സമയം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ എവിടേക്കാണോ നമ്മുടെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട്സ്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ബ്ലെമിഷസ്, ഡാർക്ക് സർക്കിൾസ് ഉള്ളത് ആ ഒരു ഏരിയയിൽ കൂടുതലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് ഡെയിലി ബേസിസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഡെയിലി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്കിത് ഐസ് ക്യൂബിൻ്റെ ഫോമിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഡെയിലി നമുക്ക് ഓരോ ഐസ് എടുത്ത് ഇങ്ങനെ റബ്ബ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പൊട്ടാറ്റോയിൽ, ഉരുളക്കിഴങ്ങിൽ കുറേയധികം എൻസൈംസ്, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ സ്കിൻ ബ്രൈറ്റനിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനും ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കാനും ബ്ലെമിഷസ് കുറയ്ക്കാനൊക്കെ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ പിന്നെ കറ്റാർവാഴയുടെ ജെല്ലും കൂടി ആകുമ്പോൾ നല്ലൊരു സ്കിന്നിന് നല്ലൊരു കൂളിംഗ് ഇഫക്റ്റും കൂടെ കിട്ടും. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് മസാജ് ചെയ്ത ശേഷം ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒറ്റ തവണ യൂസ് ചെയ്താലും നമുക്ക് റിസൾട്ട് കിട്ടില്ല. ഡെയിലി ബേസിസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒന്നെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.